അലർട്ടിന്റെ കാര്യത്തിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു? കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ യെല്ലോ അലർട്ട് ആയിരുന്നു, പക്ഷേ റെഡ് അലർട്ടിന് സമാനമായ രീതിയിലുള്ള മഴ ലഭിക്കുകയും ചെയ്തു. പക്ഷേ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരുന്നത്. അലർട്ടിന്റെ പ്രശ്നമല്ല, മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് മാറ്റാത്തല്ലേ പ്രശ്നം. അല്ല, നമ്മളല്ല പീഡപിടിച്ച് നേരത്തെ ചാരണ്ട, നമ്മളെ കുത്തി ചോദിക്കുന്നത് അതാണല്ലോ. അല്ല, പക്ഷെ അവര് അതിന്റെ കരാറുകാര് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെയും ജില്ലാ കളക്ടറുടെയും മന്ത്രിയുടെയും നിർദ്ദേശം അവര് പാലിച്ചില്ല. ഞങ്ങൾ പലപ്പോഴായിട്ട് കള്ളാടിയിലെ അധികൃതരോട് പറഞ്ഞതാണ്, അവിടെ നിങ്ങൾ അശാസ്ത്രീയമായിട്ട് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് മാറ്റണം, അത് വലിയ അപകടമുണ്ടാക്കുമെന്നാണ് വി.ഡി. സതീശൻ ചിരിച്ചുകൊണ്ട് പറയുന്നത്. വലിയൊരു ദുരന്തം വീണ്ടും വയനാട്ടിൽ ആ ഒരു ദുരന്തം വിതച്ചിരിക്കുന്ന സമയത്തും മാധ്യമങ്ങളെ കാണുമ്പോൾ ചിരിച്ചുകൊണ്ട് മറുപടി പറയുന്ന പൂക്കിസം അല്ലെങ്കിൽ പൂക്കിത്തരം എന്ന് തന്നെ ഇതിനെ വിളിക്കണം അല്ലേ? ഈ ഒരു പൂക്കിത്തരം കാണിക്കാൻ വേണ്ടിയിട്ടാണോ സതീശൻ ജി നിങ്ങൾ അധികാരത്തിലേക്ക് കയറി വന്നത്? നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിൽ തീരുമാനം അല്ലെ നടപടി എടുക്കുന്നുണ്ടോ? ജനങ്ങളുടെ ജീവിതം, അവരുടെ സ്വൈര്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നടപടികൾ നിങ്ങൾ എടുക്കുന്നുണ്ടോ? നിങ്ങൾ അദാനിയുടെ പേപ്പറിൽ ഒപ്പിടാനും മദ്യ കമ്പനിയുമായിട്ടുള്ള കരാറിൽ ഒപ്പിടാനും ഒക്കെ നിങ്ങൾക്ക് നിമിഷ നേരങ്ങൾ മതിയായിരുന്നു. എന്നാൽ വയനാട്ടിൽ ഈ ഒരു വലിയ ദുരന്തമുണ്ടായി, ആ ദുരന്തത്തെ അതിജീവിച്ചിരിക്കുന്ന ആളുകളുടെ മുന്നിലേക്ക് വീണ്ടും ഒരു ദുരന്തം ഉണ്ടാകുമെന്ന് അറിഞ്ഞിരുന്നിട്ടും അതിൽ മൗനം പാലിച്ചതിൽ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഒരു ദുരന്തമുണ്ടാകുമ്പോൾ ആ ദുരന്തമുഖത്ത് വന്നു നിന്നുകൊണ്ട് മറ്റ് പല അധികൃതരെയും കുറ്റം പറയുന്നതിലാണോ നിങ്ങൾ ഈ കാണിക്കുന്ന ആർജവം അല്ലെ നിങ്ങളുടെ ധൈര്യം ഇരിക്കുന്നത്? നാണമില്ലേ? ലേശമെങ്കിലും ഉളുപ്പില്ലേ സതീശൻ ജി? നിങ്ങളെ മെഴുകാനായിട്ട് കുറേ നിങ്ങളുടെ ക്യാപ്സ്യൂൾ വിഴുങ്ങികളുണ്ട്. ഇതും പിണറായി വിജയൻ ഉണ്ടാക്കി വെച്ച ദുരന്തമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവറ്റകൾ കരയുന്നത്. എന്തൊരു രസമാണ് ഈ കരച്ചിൽ കാണാനായിട്ടല്ലേ? അതായത് പിണറായി വിജയൻ ഉണ്ടാക്കി വെച്ചാണ്. പിണറായി വിജയൻ്റെ അടുത്ത് പറഞ്ഞതാണ്, ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ അവിടെ നിങ്ങൾ തുരങ്ക നിർമ്മാണം ഉണ്ടാക്കാൻ പാടില്ല, അശാസ്ത്രീയമായിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ ഉണ്ടാക്കിയത്. ഇന്ന് വയനാട്ടിലെ ജനങ്ങൾ മരിച്ചതും ഇന്ന് വയനാട്ടിൽ ഇത്രയും വലിയ ദുരന്തം ഉണ്ടായതും നിങ്ങൾ കാരണമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവറ്റകൾ മെഴുകുന്നത്. എടാ മോനെ, ആരെന്ത് പറഞ്ഞാലും അതെല്ലാം അതേപടി വിഴുങ്ങിയിട്ട് പിണറായി വിരുദ്ധത ഉണ്ടാക്കിയെടുക്കാനാണ് നീയൊക്കെ ശ്രമിക്കുന്നതെങ്കിൽ അതിന് വേറെ എത്രയോ മാർഗങ്ങളുണ്ട്. ഉള്ള കാര്യങ്ങൾ ഇല്ലാതെയാക്കിക്കൊണ്ട് വസ്തുതകളെ വളച്ചൊടിച്ചുകൊണ്ടല്ല സംസാരിക്കേണ്ടത്. ഇത് ശരിക്കും ആണുങ്ങൾക്ക് പറഞ്ഞൊരു പരിപാടിയല്ല. മൂക്കിന് താഴെ മീശ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനോട് ഇത്തിരിയെങ്കിലും നീതി പുലർത്താൻ നോക്കണം. നീയൊക്കെ എന്തൊരു ഉളുപ്പില്ലാത്ത വർത്തമാനമാണല്ലേ പറയുന്നത്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ടി സിദ്ദിഖും പി കെ ബഷീറും ഒക്കെ മെഴുകുന്ന കുറേയധികം കാര്യങ്ങൾ ഞാൻ കണ്ടു. അപ്പോൾ അതിലെ കുറച്ച് വീഡിയോസ് കൂടി നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. പി കെ ബഷീറിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ അസഹിഷ്ണുത പ്രകടിപ്പിച്ചുകൊണ്ട് വെറുതെ എന്തൊക്കെയോ വന്നിന്ന് മെഴുകുകയാണ്. എനിക്ക് പറയാൻ വയ്യ, നിങ്ങൾ പറയൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ മെഴുകലുണ്ട്. എന്തായാലും നിങ്ങളെ ഒരു വീഡിയോ കാണിച്ചു തരാം. ഇത് ലാൻഡ് സ്ലൈഡ് അല്ല, നാച്ചുറൽ ലാൻഡ് സ്ലൈഡ് അല്ല ഉണ്ടായിട്ടുള്ളത്. ഇത് മാൻമെയ്ഡ് സ്ലൈഡാണ് ഉണ്ടായിട്ടുള്ളത്. ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ മണ്ണ് കൂട്ടിയിട്ടതുമായി ബന്ധപ്പെട്ട അപകടമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ഒരു മറ്റുള്ളതായിരിക്കും നാച്ചുറൽ ലാൻഡ് സ്ലൈഡ് അല്ല ഉണ്ടായിട്ടുള്ളത്, മണ്ണിടിച്ചിലല്ല ഉണ്ടായിട്ടുള്ളത്. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അശാസ്ത്രീയമായി മണ്ണ് കൂട്ടിയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു വലിയ ദുരന്തം ഇന്ന് മേപ്പാടി പഞ്ചായത്തിൽ കള്ളാടിയിൽ നമ്മളെയൊക്കെ വളരെയധികം വിഷമിപ്പിക്കുന്നതായ ഒരു സാഹചര്യം ഉടലെടുത്തിരിക്കുകയാണ്. ഇതിലിപ്പം നിലവിൽ വിംസ് ആശുപത്രിയിൽ 6 പേർ നിലവിൽ ചികിത്സ തേടി എത്തിയിട്ടുണ്ട്. കിരൺകുമാർ, ദിലീപ്, സൂരജ് യാദവ്, സഞ്ജയ് താപ്പൂർ, രജനീഷ്, തന്മയ് ഘോഷ് എന്നിവരാണ് വിംസ് ആശുപത്രിയിൽ ചികിത്സ തേടി എത്തിയിട്ടുള്ളത്. അവർ 6 പേരുടെയും നില നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്നും ലഭ്യമായിട്ടുള്ള വിവരം. NDRFന്റെ സംഘങ്ങൾ, വയനാട്ടിൽ നിന്നുള്ള സംഘവും ആദ്യം പോന്നു. കോഴിക്കോടുള്ള സംഘത്തോടും അങ്ങോട്ട് പുറപ്പെടാൻ ആവശ്യപ്പെട്ടു. 2 NDRF സംഘങ്ങളും അവിടേക്ക് പോയിട്ടുണ്ട്. കൂടുതൽ ആളുകൾ ഇതിൽ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ? ഇതിൽ ടി സിദ്ദിഖ് പറയുന്നത്, ചെറിയ മഴ ഉണ്ടായപ്പോൾ എങ്ങനെയാണ് ഇത്രയും വലിയ അപകടം ഉണ്ടായതെന്നുള്ളത് ഞങ്ങൾക്ക് പഠിക്കണം. ഞങ്ങൾ പലപ്പോഴായിട്ട് അവരോട് പറഞ്ഞതാണ്, അവരത് ചെയ്തില്ല എന്നുള്ളത് പറഞ്ഞുകൊണ്ട് തന്നെ ടി സിദ്ദിഖും കൈ ഒഴിയാനായിട്ട് നോക്കുകയാണ്. ഇത്രയും വലിയൊരു ദുരന്തമുണ്ടായി, ആ ഒരു വലിയ ദുരന്തത്തെ അതിജീവിച്ച ആളുകളുടെ മുന്നിലേക്ക് വീണ്ടും ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ എന്താണ് ഇവർക്ക് പറയാനുള്ളൊരു വഴി? അല്ല, എന്താണ് ഇവർ പറഞ്ഞു വെക്കുന്നത്? പിണറായി വിജയൻ ഉള്ള സമയത്ത് പിണറായി വിജയൻ ഉണ്ടാക്കി വെച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നും പിണറായി വിജയൻ്റെ തലമണ്ടയിൽ കൊണ്ടിടാമെന്നാണോ നീയൊക്കെ വിചാരിക്കുന്നത്? എത്ര കാലം പിണറായി വിജയൻ്റെ തലയിൽ ഈ സാധനം കൊണ്ടിടും? അവിടെ ഒരു പദ്ധതി ആവിഷ്കരിക്കണമെങ്കിൽ, അങ്ങനെ ഒരു സ്ഥലത്ത്, വയനാട് പോലൊരു സ്ഥലത്ത് ഒരു പദ്ധതി ആവിഷ്കരിക്കണമെങ്കിൽ എന്തൊക്കെ സേഫ്റ്റി പ്രിക്കോഷൻസും എന്തൊക്കെ തീരുമാനം, എന്തൊക്കെ നടപടികൾ എടുക്കണമെന്നുള്ളതെല്ലാം നോക്കി വേണ്ടുന്ന കാര്യങ്ങൾ വേണ്ട രീതിയിൽ നടപ്പിലാക്കിയിരുന്നതാണ് പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ ഇവിടെ ഇരിക്കുമ്പോൾ ഇതൊന്നും അറിയാതെ ക്യാപ്സ്യൂളും വിഴുങ്ങിക്കൊണ്ട് കൊങ്ങികൾ കൊടുക്കുന്ന കുറച്ച് മലവും തിന്നുകൊണ്ട് വന്നിരുന്ന് മെഴുകുകയാണ് കുറച്ച് മക്കൾ. എടാ മോനെ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കിയിട്ട് കിടന്ന് മെഴുകുക. അവിടെ ആ മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത് അശാസ്ത്രീയമായിട്ട് മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നതുകൊണ്ടാണ്, അല്ലാതെ വയനാട് തുരങ്കപാത പണിഞ്ഞതുകൊണ്ടുണ്ടായ അപകടമല്ല.
ഇതൊരു കാര്യം ഒരു സർക്കാർ നടപ്പിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നീട് വരുന്ന തുടർഭരണം അല്ലെങ്കിൽ വേറെ വരുന്ന പാർട്ടിയിലിരിക്കുന്ന ആളുകൾ അതിനു വേണ്ടിയിട്ട് നോക്കിയും കണ്ടും പ്രിക്കോഷൻസ് നടപടി സ്വീകരിച്ചുകൊണ്ട് തന്നെ കാര്യങ്ങൾ പ്രവർത്തിക്കണം. എന്നാൽ ഇവിടെ എന്താ നടക്കുന്നത്? മറ്റുള്ളവരെ കുറ്റം പറയാനായിട്ട്, മറ്റുള്ളവരുടെ മേലേക്ക് പഴിചാരാനായിട്ട് ശ്രമിക്കുന്ന വൃത്തികെട്ട രാഷ്ട്രീയം, ട്രിക്സ് ഉപയോഗിച്ചുകൊണ്ട് മാത്രം തന്നെയാണ് ഇവർ ഇത്രയും കാലം പിടിച്ചു നിൽക്കുന്നത്. ഈ ഒരു വിഷയത്തിലും ജനങ്ങളുടെ ജീവൻ ആപത്തുണ്ടാക്കുന്ന, ജനങ്ങളുടെ ജീവൻ എടുക്കുന്ന പ്രകൃതി ദുരന്തങ്ങളെ പോലും രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു സർക്കാരിനെ കാണുമ്പോൾ ഏത് രീതിയിൽ ഇവരെ വിളിക്കണമെന്നുള്ളൊരു കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. നിങ്ങൾക്കും അതുണ്ടാവാം. അപ്പോൾ പിണറായി വിജയനാണ് പ്രശ്നമെന്ന് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ ഏകദേശ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. എന്നാലും ഇതൊന്നും മനസ്സിലാക്കാനുള്ള തലച്ചോറ് ഇവന്മാരുടെ ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇത് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും, പിണറായി വിജയൻ കാരണമാണ്, പിണറായി വിജയനാണ് ഇതിനെല്ലാം പ്രശ്നമെന്ന് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ക്യാപ്സൂൾ വിഴുങ്ങികൾ, അന്തം കൊങ്ങി അടിമകൾ. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ PK ബഷീറിന് എന്താ പറയാനുള്ളതെന്ന് കേട്ടു നോക്കാം. മുന്നറിയിപ്പ് പറഞ്ഞിട്ട് നമ്മൾ വന്ന് ജൂലൈ 10 തുടങ്ങിയത് ഇതിന്റെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കിയ നമ്മളല്ല, PWD അല്ല, കൊങ്കൺ റെയിൽവേനെ കിഫ്ബി SPV ആക്കിയതാണ്. ഇതിന്റെ വർക്ക് അറേഞ്ച്മെന്റ് കൊങ്കണാണ്, എല്ലാ മേൽനോട്ടും കൊങ്കണാണ്. അല്ല നമ്മളല്ല, PWD മേൽക്ക് ചാരണ്ട. നമ്മളെ നിങ്ങൾ കുത്തി ചോദിക്കുന്നത് അതാണല്ലോ. അല്ല, ഇത് നമ്മൾ പിന്നെ നാട്ടിലെ ഒരു വിഷയം ആയതുകൊണ്ട് PWD ഉദ്യോഗസ്ഥന്മാരെയും സെക്രട്ടറിനെയും അങ്ങോട്ട് അയച്ചതാണ്. എല്ലാത്തിനും നിങ്ങൾ രാഷ്ട്രീയം കാണില്ലേ? ഒരു ദുരന്തം ഉണ്ടായതാ, ഉണ്ടാക്കിയവരുണ്ട് ഇതിന് വ്യത്യസ്ത വീണ. നമ്മളല്ല, ഇത് ഉണ്ടാക്കി വെച്ചവരുണ്ട്, അവരാണ് ഇതിൻ്റെ വിന വരുത്തി വെച്ചതെന്നാണ് PK ബഷീർ പറയുന്നത്. അല്ലയോ ബഷീർജി, നിങ്ങളിത് പറയുന്നത് പിണറായി വിജയനെ പറ്റിയാണോ? എടാ മക്കളെ, ലേശമെങ്കിലും ഉളുപ്പെന്ന് പറയുന്ന സാധനം വേണം കേട്ടോ. ഈ മീശയം വെച്ചിട്ട് ഇങ്ങനെ ആണത്തമില്ലാത്ത വർത്തമാനം പറയാൻ നിൽക്കരുത്. ഒരാൾ ചെയ്തു വെച്ചിട്ട് പോയൊരു കാര്യത്തിനെ അത് നോക്കിയെടുത്ത് അത് വേണ്ട രീതിയിൽ ചെയ്യാൻ സാധിക്കുന്നില്ല. പിന്നെ നിങ്ങൾക്ക് എന്തോ മൂഞ്ചാനാണ് അവിടെ കയറിയിരിക്കുന്നത് എന്നുള്ള ചോദ്യം തന്നെ ഞങ്ങളും ചോദിക്കുന്നുള്ളൂ. ഞാൻ അടക്കമുള്ള കേരളത്തിലെ എല്ലാ ജനങ്ങളും ചോദിക്കുന്ന ചോദ്യമാണിത്. വേണ്ട രീതിയിൽ എല്ലാം ചെയ്തു വെച്ചിട്ട് പോയ ആളുകൾ, അല്ലെങ്കിൽ അതിനെപ്പറ്റി പഠിച്ച് വേണ്ട രീതിയിൽ ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ അതിനെപ്പറ്റി പഠനം നടത്തി ചെയ്തു വെച്ചിരിക്കുന്ന ഒരു കാര്യം, അതിന് മുകളിൽ പല കാര്യങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ട് അതിനെപ്പറ്റി ഒന്നും അന്വേഷിക്കാനോ അവിടുത്തെ ആളുകളുടെ ജീവന് ഭീഷണി ഉണ്ടാവുമെന്ന് അറിഞ്ഞിട്ടും അവിടെ മൗനം പാലിച്ചിരിക്കുന്ന നീയൊക്കെ എന്ത് രാഷ്ട്രീയമാണ് ഈ കളിക്കുന്നത്? ഇത് നെറുകെട്ട രാഷ്ട്രീയമെന്ന് നമുക്ക് എടുത്തു പറയാം അല്ലേ? അപ്പോൾ ഈ ഒരു അപകടം ഉണ്ടായതിന് പിന്നാലെ റെഡ് അലേർട്ട് കൊടുത്തുകൊണ്ട് തന്നെ നമ്മുടെ പൂക്കി സർക്കാർ രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. അപകടം ഉണ്ടാകുന്നതിന് മുൻപ് കൊടുത്തിരിക്കുന്നത് അലേർട്ട് യെല്ലോ അലേർട്ടാണ്. അത്രമാത്രം മഴ അവിടെ പെയ്തിട്ടും ഒരു റെഡ് അലേർട്ട് കൊടുക്കാതെ, അവിടെ ഒരു മുന്നറിയിപ്പും നൽകാതെ ഇവരുടെ ഭാഗത്തു നിന്ന് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ ഇതിനാരെയാണ് നിങ്ങൾ പഴിചാരാനായിട്ട് ശ്രമിക്കുന്നത്? കൊങ്കൺ റെയിൽവേയുടെ അധികൃതരെയാണോ? അതിനെയും മറ്റുള്ള ഏതെങ്കിലും മുൻപിരുന്ന ആളുകളെയാണോ? പിണറായി വിജയനെയാണോ? ആണല്ലേ. ഇവർക്കെല്ലാവർക്കും മറ്റുള്ളവരുടെ മേലേക്ക് പഴിചാരാനായിട്ടാണ് ആഗ്രഹം. നിങ്ങളിതിൽ രാഷ്ട്രീയം പറയരുതെന്ന് PK ബഷീർ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ രാഷ്ട്രീയം ഞങ്ങളാരും പറയുന്നില്ല, നിങ്ങളുടെ ആളുകൾ തന്നെയാണ് രാഷ്ട്രീയം പറയുന്നത്. നിങ്ങളുടെ തന്നെ കൂട്ടത്തിലുള്ള ലീഗിൻ്റെ ഒരു അടിമയുണ്ടല്ലോ, സമുദായം വിറ്റ് ജീവിക്കുന്ന ലീഗ് കള്ളൻ ഷാജി എണ്ണം പറഞ്ഞ എന്താണ്? മൂക്കിൻ്റെ ഇവിടെ ഒരു വെള്ളം വന്നാലും ഞങ്ങൾ കള്ളം മാത്രം പറയും, അല്ലെങ്കിൽ രാഷ്ട്രീയം പറയും. പിണറായി വിജയൻ ഇരിക്കുന്ന സമയത്ത് ഓഖി വന്നു, കൊറോണ വന്നു, നിപ്പ വന്നു, അങ്ങനെയുള്ള അനുബന്ധ വിഷയങ്ങളെല്ലാം വന്നു, പ്രളയം വരെ വന്നു. അപ്പോഴും രാഷ്ട്രീയം പറയുമെന്നാണ് ഷാജി പറഞ്ഞത്. ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ആ വീഡിയോ എന്തായാലും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ ഇന്ന് പറയണം നിങ്ങൾ ഇതിൽ രാഷ്ട്രീയം കലർത്തരുതെന്നുള്ളത്. ആ ജനങ്ങളുടെ ജീവൻ ആപത്തുണ്ടെന്ന് അറിഞ്ഞിട്ടും അവർക്കൊരു മുന്നറിയിപ്പ് കൊടുക്കാൻ സാധിക്കാത്ത ഒരു ഭരണകൂടം ഇന്ന് വന്നിട്ട് പറയുകയാണ് രാഷ്ട്രീയം കലർത്തരുതെന്നുള്ളത്. പിന്നെ എന്ത് പേരിൽ പറയണം? അവിടെയുള്ള ആളുകൾക്ക് അത്രയും ഭീഷണി ഉണ്ടാവും, ആ മണ്ണിടിച്ചിൽ ഉണ്ടാകുമെന്ന് അറിഞ്ഞിരുന്നിട്ടും ഇവന്മാർ തന്നെ വരുത്തി വെച്ചൊരു വിനയാണ്, അല്ലെ ഇവന്മാർ തന്നെ വരുത്തി വെച്ചൊരു വലിയ ദുരന്തമാണെന്നുള്ളത് ഇവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. നമുക്കും അറിയാവുന്നൊരു കാര്യം തന്നെയാണ്. ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് ന്യായീകരണ തൊഴിലാളികൾ എത്രയൊക്കെ കഥയിറക്കാൻ ശ്രമിച്ചാലും നിങ്ങളുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള വീഴ്ചയും നിങ്ങളുടെ സർക്കാരിൻ്റെ അനാസ്ഥയുമാണിതെന്നുള്ളത് ഞങ്ങൾ എവിടെയും തുറന്നു പറയും. തുറന്നു പറയുമ്പോൾ നിങ്ങൾ അടപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഉച്ചത്തിൽ കൂടുതൽ വീഡിയോസുമായിട്ട് ഞങ്ങൾ വരും. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇനിയെങ്കിലും എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കുക. ഇത്രയും നാളും മൗനം പാലിച്ച് നമുക്ക് സാധാരണ അറിയാം, ജൂണൊക്കെ 1 തന്നെ മഴക്കാലമാണ്. നമ്മുടെ കൊച്ചിലോട്ട് നമ്മൾ കേട്ടൊരു കാര്യമാണ്. ഈ ജൂൺ 1 മഴക്കാലം തുടങ്ങുമെന്ന് അറിഞ്ഞിട്ടും ആ മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്ന ഒരു വിഷയത്തിൽ ഒരു കത്ത് അങ്ങോട്ട് അയച്ചിട്ട് പിന്നീട് മൗനം പാലിച്ചിരിക്കുകയാണ്. പിന്നെ ഞങ്ങളൊന്നും അറിഞ്ഞില്ല, കത്ത് അയച്ചാൽ മതി. പിന്നീട് നമുക്ക് എന്തെങ്കിലും ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ, ഇനി മാധ്യമങ്ങളോ ജനങ്ങളോ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, അധികൃതരോ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ കത്ത് ഇവിടെയുണ്ട് എന്ന് പറഞ്ഞിട്ട് പൊക്കി കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനം അങ്ങോട്ട് അയച്ചു. അത് ഇവർ ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിനെ പിന്നീട് ഫോളോ അപ്പ് ചെയ്യാനോ അതിനെപ്പറ്റി പഠിക്കാനോ അതിനെപ്പറ്റി ഒരു തീരുമാനം എടുക്കാനോ ഇവർക്ക് സാധിച്ചിട്ടില്ല. ആ ഒരു കാര്യം തന്നെ സിദ്ദിഖ് സമ്മതിച്ചിട്ടുണ്ട്. മുന്നറിയിപ്പ് നൽകുന്നതിലും തീരുമാനങ്ങൾ എടുക്കുന്നതിലും ഞങ്ങൾക്ക് വീഴ്ച വന്നിട്ടുണ്ടെന്നുള്ളത്. ഇതെല്ലാം അറിഞ്ഞിട്ടും ഇതൊന്നും അറിഞ്ഞിട്ടേ ഇല്ല, ഇതിലൊന്നും വീഴ്ചയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മെഴുകുന്ന കുറേ അടിമകൾ. ഈ അടിമകൾ എന്ത് കിട്ടിയാലും ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയുള്ളൂ. അടിമകൾ എന്നും അടിമകൾ തന്നെയായിരിക്കും. ഈ ഭ്രഷ്ടം താങ്ങുന്ന രാഷ്ട്രീയ ഷണ്ടത്വമുള്ള
അടിമകളെന്ന് നമുക്ക് എടുത്തു പറയാം. ഇതൊന്നും ഞങ്ങളുടെ കുഴപ്പമല്ല, പിണറായി വിജയനും സംഘവും ഉണ്ടാക്കി വെച്ചതാണെന്നും മറ്റുള്ള ഈ പറയുന്ന മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ അനുസരിക്കാത്തതുമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒഴിയാനാണ് ശ്രമമെങ്കിൽ അതിനെ പൂട്ടാനാണ് ഞങ്ങളുടെ തീരുമാനം. ഇങ്ങനത്തെ വൃത്തികെട്ട ഇരട്ടത്താപ്പും രാഷ്ട്രീയവും ഇവിടെ പറ്റില്ല.